കുഞ്ഞിൻ്റെ തലയിലൊരു ട്യൂമറാണ്. ചിലർ പറഞ്ഞു ട്യൂമർ റിമൂവ് ചെയ്തിട്ട് കരിച്ച് കളയും. അപ്പോൾ ഈശ്വർ സാർ ഇങ്ങനെ MRI നോക്കിയിട്ട് പറഞ്ഞു ക്യാൻസർ ട്യൂമർ അല്ല എന്ന് പറഞ്ഞു. ഒറ്റ നോട്ടത്തിൽ തന്നെ ഇങ്ങനെ നോക്കി. അപ്പോൾ ഞങ്ങൾ കേട്ട ട്യൂമർ അങ്ങനെയല്ലേ ഉള്ളൂ, വലിയ ട്യൂമറാണ്, നമുക്ക് 2 സർജറി ചെയ്യാമെന്ന്. അപ്പോൾ ഞങ്ങൾ ജെനുവിനാന്ന് ഡോക്ടർക്ക് മനസ്സിലാവുന്നു. ഡോക്ടർ അവനെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, മോനെ നിന്നെ എനിക്ക് തിരിച്ചുവിടാൻ പറ്റത്തില്ല. ഇങ്ങനെ മരിച്ച പോലെ ഞാൻ പോകുന്ന ഡോക്ടറെ എടുക്കാൻ. പക്ഷേ അവൻ്റെ മുന്നിൽ ഞാൻ കരയാൻ പാടില്ല. എൻ്റെ കണ്ണ് നനഞ്ഞാൽ പിന്നെ ആൾ ഡൗണാണ്. എന്നോട് പറഞ്ഞു എൻ്റെ കുഞ്ഞ് സംസാരിക്കത്തില്ല, നടക്കത്തില്ല, അങ്ങനെ കണ്ണിൻ്റെ കാഴ്ച, അങ്ങനെ കുറേ നെഗറ്റീവുകൾ പറഞ്ഞു. എന്നിട്ടാണ് ഞാൻ സൈൻ ചെയ്തത്. കണ്ണൊന്നും ഇല്ല, കണ്ണൊക്കെ അടഞ്ഞ് മുഖമൊക്കെ നീര് വെച്ച് വീഴ്ത്ത് 2 കണ്ണും അടഞ്ഞിരിക്കുക. ഇവിടം തൊട്ട് ഇവിടം വരെ ഇങ്ങനെ ഓപ്പൺ സർജറി ചെയ്തു, മൊത്തം ബാൻഡേജ് ഇട്ട് ചുറ്റി വെച്ചു. എൻ്റെ കുഞ്ഞ് കിടന്ന് ബെഡിൽ എൻ്റെ കുഞ്ഞില്ല. ഞാൻ ചോദിച്ചു എൻ്റെ കുഞ്ഞ് എന്തെങ്കിലും ചോദിച്ചു. പറഞ്ഞു 2 മണിക്കൂർ മുന്നേ അർജുനെ വെന്റിലേറ്ററിലാക്കിയെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അവിടെ വീണ. കഫം ലെൻസിൽ കുടുങ്ങി ബ്ലോക്കായി. അതുകൊണ്ട് അവന് ഏറ്റവും സേഫ് വെന്റിലേറ്ററാണെന്ന് പറഞ്ഞു. അപ്പം അച്ചുക്കുട്ടനെ തരുമ്പോൾ ഇവിടെ ട്യൂബ്, യൂറിൻ ട്യൂബ്, ഓക്സിജൻ ട്യൂബ് എല്ലാമായിട്ട് അച്ചുക്കുട്ടനെ എൻ്റെ തന്നു. അങ്ങനെ 4 രാത്രി ഓക്സിജൻ ട്യൂബ് വെച്ച് ഞാൻ ഉറങ്ങാതിരുന്നു. അങ്ങനെ ഒരു രാത്രി ഫുള്ള് ഞാൻ ഇടിച്ചിടിച്ച് ഇതിൻ്റെ ഇടയിൽ കൂടി എൻ്റെ അച്ചുക്കുട്ടനെ കൊണ്ട് കഫം തുപ്പിച്ചു. ഇത്രയും വലിയ ഡോക്ടർ പറഞ്ഞു എൻ്റെ അച്ചുക്കുട്ടൻ നടക്കത്തില്ല, ഫിസിയോതെറാപ്പി ചെയ്യാതെ അവന് നടക്കാൻ പറ്റത്തില്ല, അവൻ്റെ കാലും കൈ അനക്കാൻ പറ്റത്തില്ല. അന്നത്തെ ദിവസം തൊട്ട് 8ാമത്തെ ദിവസം അച്ചുക്കുട്ടനെ ഞാൻ നടത്തി ശ്രീചിത്രയെ കൊണ്ട്. മെഡിസിൻ മാത്രമേ എനിക്ക് കൊടുക്കാൻ പറ്റത്തുള്ളൂ. ഡോക്ടറും നേഴ്സും എല്ലാം നീ തന്നെയാണ്. ഇതിനു മുന്നേ ഞാൻ ഒത്തിരി പ്രാവശ്യം ആത്മഹത്യക്ക് ശ്രമിക്കാൻ ഒരുങ്ങി ഇവരെയും കൊണ്ട്. കാരണം എന്തിനു ജീവിക്കണം? എൻ്റെ അച്ചാച്ചി പോയിട്ട് 8 മാസം ആവുന്നതിന് മുന്നേ തന്നെ അടുത്ത ദൈവം തന്നു. 2 വർഷമായി കുത്തിവെപ്പ് തുടങ്ങി. ഇത് മൊത്തം ഇൻസുലിൻ വെച്ച് കുത്തും. ഇപ്പം കുത്തും, കരഞ്ഞുകൊണ്ട് എടുക്കുന്നു, ഉമ്മയൊക്കെ കൊടുത്തിട്ടാണ് എടുക്കുന്നത്. കാരണം എനിക്ക് ഭയങ്കര സങ്കടമാണ്. ഇത്രയും കാലം കിട്ടുന്ന സാലറി ഫുള്ള് മെഡിസിൻ വാങ്ങിക്കുക കുഞ്ഞിന്. വായിക്കാനും ഒക്കെ ഇപ്പോൾ ബുദ്ധിമുട്ടാണ്. ബ്രെയിനിൽ വരുന്നത് കയ്യിൽ വരത്തില്ല. അവനെ അമ്മ കരയുന്നതാണ് അവൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. അതാണ് അവൻ്റെ ജീവിതത്തിലോട്ട് തിരിച്ചു വരാനുള്ള എല്ലാ ഊർജ്ജവും. അടിപാടിത്താളം കുളമറ്റം കാണാൻ അറിയാതിൻ മേലം കിളി കൂട്ടമായി കളി ചൊല്ലുവാൻ വന്നുവോ. നമസ്കാരം. ഞാനെന്നുള്ളത് മല്ലപ്പള്ളിയിലാണ്. മല്ലപ്പള്ളിയിലെ അച്ചുവിൻ്റെ വീട്ടിലാണെന്നുള്ളത്. അച്ചു നല്ലൊരു മിടുക്കനായ പയ്യനാണ്. പക്ഷേ അച്ചുവിനൊരു പ്രത്യേക അവസ്ഥയിലൂടെയാണ് അച്ചു ഇപ്പോൾ കടന്നു പോകുന്നത്. അതെന്താണ് ആ അവസ്ഥയെന്നും അതെങ്ങനെയാണ് തരണം ചെയ്യേണ്ടതെന്നും നമുക്ക് അച്ചുവിനോടും അച്ചുവിൻ്റെ കുടുംബത്തോടും നമുക്ക് ചോദിക്കാം. അച്ചുകുട്ടാ, എന്തുകൊണ്ട്? സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് സ്കൂളിലൊക്കെ പോയാ? ഇല്ലായിരുന്നു. ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? CMS. എവിടെ? മല്ലപ്പള്ളി തന്നെ. അച്ചുകുട്ടിൻ്റെ ശരിക്കുള്ള പേരെന്താ? ശരിക്കുള്ള പേര് അർജുൻ രാജ്. 10ാം ക്ലാസ്സിലൊക്കെ എത്ര മാർക്ക് ഉണ്ടായിരുന്നു? 10ാം ക്ലാസ്സിൽ ഒരു A+, 2 A, 2 B+, 2 BA അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പഠിക്കാനും അതുപോലെ തന്നെ വേറെ ആക്ടിവിറ്റീസൊക്കെ ചെയ്യാറുണ്ടോ? എന്തൊക്കെയാണ്? റുബിക്സ് ക്യൂബ് സോൾവ് ആക്കും. പിന്നെ ഫുട്ബോൾ ടീമിലുണ്ടായിരുന്നു. ഓക്കെ. പിന്നെ ചെണ്ടോട്ടു. ചെണ്ടോട്ട് ഫുള്ള് കഴിഞ്ഞായിരുന്നോ? ഫുള്ള് കുറച്ച് നാൾ പഠിച്ചതേ ഉള്ളൂ. അല്ലാതെ കൊച്ചിലെ തന്നെ കൊട്ടുമായിരുന്നു. ചുമ്മാ നമ്മുടെ ഈ പലകയിലും അതുപോലെ കരോളിലൊക്കെ പോകുമ്പോൾ എന്നെ വിളിക്കുന്നത് കൊട്ടാനായിട്ട്. കഴിഞ്ഞ പ്രാവശ്യം പോകാൻ പറ്റിയില്ല. സാരമില്ല, നീ അടുത്ത പ്രാവശ്യം പോവാം. എന്താ പറ്റിയ? എന്നിട്ട് ഞാൻ ട്യൂഷന് പോകുന്നതായിരുന്നു. മറ്റേ കൊറോണ ടൈം കഴിഞ്ഞിട്ട്, കൊറോണ ടൈമിന് ആ സമയത്ത് അപ്പോൾ ട്യൂഷന് പോകുന്നതായിരുന്നു. അപ്പോൾ എനിക്ക് ടെക്സ്റ്റ് വായിക്കാൻ നേരത്തെ ഈ അക്ഷരങ്ങൾ ക്ലിയർ ആകുന്നില്ലായിരുന്നു. അപ്പം ടീച്ചറിനോട് ഞാൻ പറഞ്ഞു എനിക്ക് വായിക്കാൻ പറ്റുന്നില്ല. അപ്പം അമ്മയുടെ വീട്ടിൽ വന്നപ്പോൾ എന്നെ ഒരു കാണിക്കുന്ന ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു. ആ ഡോക്ടർ പറഞ്ഞു ന്യൂറോൻ്റെ ഡോക്ടറിനെ കാണിക്കാൻ പറഞ്ഞു. അങ്ങനെയാണ് അമൃതയിൽ പോയത്. അമൃതയിൽ പോയിട്ട് അവിടെ MRI മെഷീൻ കേടായിരുന്നു. അപ്പം അവരാണ് മെഡിക്കൽ കോളേജിലോട്ട്, കോട്ടയം മെഡിക്കൽ കോളേജിലോട്ട് ഇങ്ങോട്ട് അയച്ചു. എന്നിട്ട് അവിടെ വെച്ച് MRI എടുത്തപ്പോഴാണ് തല ട്യൂമറാണ് അറിയുന്നത്. എന്നിട്ട് ഡോക്ടർ അവിടെ 1% പോലും പറഞ്ഞില്ല. ഞാൻ അറിഞ്ഞില്ല. പിന്നെ ഇവിടെ വെച്ച് അമ്മയൊക്കെ പറഞ്ഞപ്പോഴാണ് അറിഞ്ഞത്. അപ്പോൾ തന്നെ എന്തായിരുന്നു
ഒരു ഡോക്ടർ അറിയാമായിരുന്നു ഞങ്ങൾ ഇവിടെ താമസിക്കുന്നത്. ആ ഡോക്ടർ ഈശ്വർ സാറിന് എന്നെ സ്കാനിങ് റിപ്പോർട്ടൊക്കെ അയച്ചു കൊടുത്തപ്പോൾ സാറ് പറഞ്ഞു അങ്ങോട്ടും എല്ലാം പറഞ്ഞു. അങ്ങനെ സാറ് ഫസ്റ്റ് ഓപ്പൺ സർജറി ആയിരുന്നു, സെക്കൻഡ് എൻഡോസ്കോപ്പി, തേർഡ് ഓപ്പറേഷൻ സർജറി. അതുപോലെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് റിമൂവ് ആയിപ്പോയി. സെക്കൻഡ് സർജറി കഴിഞ്ഞപ്പോൾ ഈ കണ്ണിന് കാഴ്ച വന്നു തുടങ്ങിയത്, ബ്ലറിങ് ഒക്കെ മാറി കണ്ണ് തുടങ്ങി. പിന്നെ ഈ തേർഡ് സർജറി ആയപ്പോൾ ഡാമേജ് ആയി കണ്ണിന്. അപ്പോൾ ഇപ്പോൾ ഈ കണ്ണ് കാണാൻ പറ്റില്ലേ? ഈ ഒരു കണ്ണ് മാത്രം. അതപ്പോൾ ഇത് ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ വേറെ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാറുമോ? ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നുണ്ട്. തിരുവല്ല ചൈതന്യ ചെയ്യുന്നുണ്ട്. തിരുവനന്തപുരത്തായിരുന്നു ചെയ്യുന്നത്. ആ, പിന്നെ അവിടെ തന്നെ നമ്മൾ താമസിക്കേണ്ടി വരില്ലേ ഈ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുമ്പോൾ? 1.5 വർഷമായിരുന്നു. അതല്ലേ. ഇപ്പം ഇഞ്ചക്ഷൻ വെക്കുന്നുണ്ട്, ന്യൂറോണിൻ്റെ ഡോക്ടറെ കാണിക്കുന്നുണ്ട്, പിന്നെ എൻഡോക്രൈനോളജി ഡോക്ടറെ കാണിക്കുന്നുണ്ട്, പിന്നെ കണ്ണിൻ്റെ. ഉണ്ടല്ലേ. അമ്മയല്ലേ മോൻ്റെ കൂടെ എപ്പോഴും ഉള്ളത്? ആ അതെ, അമ്മയുണ്ട്. അമ്മയും പിന്നെ ആരാ ഉള്ളത്? അനീത്തിയുണ്ട്. എല്ലാവരും ഉണ്ട്. ടീച്ചർമാർ ഭയങ്കര ഇതായിരുന്നു. ഞാൻ 9ാം ക്ലാസ് വെച്ച് പകുതി ആയപ്പോഴാണ് സ്കൂളിൽ ചെന്നത്. ടീച്ചർമാർ ഭയങ്കര സപ്പോർട്ടായിരുന്നു. പിന്നെ എച്ച് എം ആയാലും ഭയങ്കര സപ്പോർട്ടായിരുന്നു. എല്ലാവരും പഠിക്കാൻ്റെ കൂടെ കൂട്ടുകാരികളും എല്ലാവരും സപ്പോർട്ടായിരുന്നു. 2020 പകുതി ആയപ്പോഴത്തേക്കിനും ഇതുപോലെ കൊറോണ സമയം തന്നെ ആയിരുന്നു. അപ്പോഴത്തേനും ഇങ്ങനെ ട്യൂഷൻ വിട്ടപ്പോഴത്തേന് കണ്ണിന് ഇങ്ങനെ കാഴ്ചയ്ക്ക് മങ്ങലുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ അച്ചുക്കുട്ടനെ കാണിക്കുന്ന ഡോക്ടറെ കാണിച്ചപ്പോഴത്തേക്കിനും അമൃതയ്ക്ക് ഞങ്ങൾ പോയി, ഞാനും അനിയനും കുഞ്ഞും കൂടി പോയി. അവിടെ ചെന്ന് കുഞ്ഞ് പറഞ്ഞ പോലെ തന്നെ അവിടുത്തെ മെഷീൻ കംപ്ലൈൻ്റ് ആയി. ഞങ്ങൾക്ക് മെഡിക്കൽ കോളേജിൽ ന്യൂറോ സർജൻ ബാലകൃഷ്ണൻ ഡോക്ടർക്ക് കിട്ടി. അവിടെ കുഞ്ഞിനെ അഡ്മിറ്റാക്കി ഒരാഴ്ച. അവിടെ അഡ്മിറ്റാക്കിയിട്ട് മറ്റേ ബാംഗ്ലൂർ ഒരു ഹോസ്പിറ്റലിൽ കുഞ്ഞിൻ്റെ ബ്ലഡ്, എൻ്റെ അച്ചാച്ചി ഇപ്പം 4 വർഷമായി മരിച്ചിട്ട്. അപ്പോൾ അച്ചാച്ചിയുടെ രോഗവുമായിട്ട് എന്തെങ്കിലും ഇതുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് മറ്റേ ഐസ് പാക്കിലൊക്കെ ആക്കി അനിയൻ രാത്രി തന്നെ ബസ്സിന് പോയി അവിടെ നിംസ് ഹോസ്പിറ്റലിൽ കുഞ്ഞിൻ്റെ ബ്ലഡ് കൊണ്ടുപോയി അവിടെ പരിശോധനയ്ക്ക് കൊടുത്തു. അവർക്കപ്പം നമ്മൾ സ്കാൻ ചെയ്തില്ല. അപ്പോൾ ഇവൻ്റെ അച്ചാച്ചിയുടെ രോഗം ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോഴത്തേനും അത് കുഞ്ഞിലുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് അങ്ങനെ അവിടുന്ന് റിസൾട്ട് 2-3 ദിവസം കഴിഞ്ഞ് കിട്ടി. അനിയൻ തിരിച്ചു വന്നു. അപ്പോഴത്തേനും ഇതുപോലെ MRI എടുത്തു. അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് ആ റിസൾട്ട് പോലും കിട്ടുന്നത്. പക്ഷേ ആ റിസൾട്ടിൽ ഒരു കുഴപ്പമില്ലായിരുന്നു. അങ്ങനെ MRI എടുത്തപ്പോഴത്തേക്കിനും ഞാൻ മാത്രമേ ഉള്ളായിരുന്നു. അപ്പോൾ ഡോക്ടർ എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, കുഞ്ഞിൻ്റെ തലയിലൊരു ട്യൂമറാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അവസ്ഥ എനിക്കറിയത്തില്ല. എന്താ വെച്ചാൽ ഇവിടെ അച്ചാച്ചിയുടെ ഇത് കഴിഞ്ഞിട്ട് 8 മാസം കഴിഞ്ഞിട്ടേ ഉള്ളായിരുന്നു. അപ്പോഴത്തേക്കിനാണ് ഈ അടുത്ത ഇത് നമ്മൾ വന്നത്. അപ്പോഴത്തേനും ഇങ്ങനെ ട്യൂമർ ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഇപ്പോഴത്തെ അവസ്ഥ അറിയാമല്ലോ. അത് കഴിഞ്ഞപ്പോഴത്തേക്കിനും അവിടെ ഞങ്ങളെ അവിടെ നിന്ന് സർജറി വാർഡിലോട്ട് മാറ്റി. പക്ഷേ എന്നോടാരും ഒന്നും പറയുന്നില്ല. അനിയനെ എൻ്റെ അച്ചാച്ചൻ പിന്നെ ചേട്ടൻ അവരൊക്കെ ആയിട്ട്. അപ്പോൾ ഇവരുടെയൊക്കെ മുഖം നോക്കുമ്പോൾ എനിക്കറിയാം എന്തോ ഒരു സംഭവം ഉണ്ടെന്നറിയാം. അങ്ങനെ കുഞ്ഞിനെ സർജറി വാർഡിൽ അഡ്മിറ്റാക്കി. അന്ന് വന്ന ഡോക്ടേഴ്സിൻ്റെ ടീം അനിയനെ വിളിച്ചിട്ട് എന്തോ സംസാരിച്ചു. അപ്പോൾ ഇവൻ്റെ മുഖം വാടി ഇവൻ പുറത്തോട്ട് പോയി കഴിഞ്ഞപ്പോൾ ഞാൻ ഇവരുടെ പുറകെ ചെന്നു. ഞാൻ ചോദിച്ചു എന്താണേലും പറയുന്നൊക്കെ പറഞ്ഞപ്പോൾ ഇവർ പറഞ്ഞു ഒന്നുമില്ല അങ്ങനെ. അപ്പം ഞാൻ ഇവനോട് ചോദിച്ചു, ഇനി അവിടെ ഇങ്ങനെ സർജറി കഴിഞ്ഞിട്ട് കൊണ്ട് കുട്ടികളെ കിടത്തുന്ന വലിയവരെയും കിടത്തുന്നൊന്നും കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. കാരണം അറിയാമല്ലോ മെഡിക്കൽ കോളേജിലെ അവസ്ഥ. അപ്പം ഞാൻ ഇവനോട് ചോദിച്ചു, അച്ചുക്കുട്ടനെ എനിക്കങ്ങനെ കൊടുക്കാനൊരു ഇതില്ല. കാരണം 2 പേരും എൻ്റെ ജീവനാണ്, 2 കണ്ണാണ്. അപ്പം ഞാൻ പറഞ്ഞു വേറെ എന്തെങ്കിലും ഇത് നമുക്ക് നോക്കാമെന്ന് പറഞ്ഞപ്പം ഇവൻ കിംസിൽ അങ്ങനെ കുഞ്ഞിൻ്റെ റിപ്പോർട്ടൊക്കെ ഇട്ട് കൊടുത്തപ്പം 1% പോലും ഇത് പറയാത്തടത്തുനിന്ന് കിംസിൽ 90%, അങ്ങനെ ഓരോ സ്ഥലത്തുനിന്നും ഓരോരോ ഇത് പറഞ്ഞു. ചിലർ പറഞ്ഞു ട്യൂമർ റിമൂവ് ചെയ്തിട്ട് കരിച്ച് കളയും അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പം അങ്ങനെ ഒരു ഓപ്ഷൻ നമുക്കുണ്ട്. അപ്പം മെഡിക്കൽ കോളേജിൽ 1% പോലും അവർ പറഞ്ഞു ഫുള്ളായിട്ട് ഞങ്ങൾ റിമൂവ് ചെയ്യും, 1% പോലും ചാൻസ് ഇല്ല. പിന്നെ ഞാൻ ഇതൊക്കെ അറിയുന്നു. അങ്ങനെ ഇവിടെ അടുത്തുള്ളൊരു ചേച്ചിയുടെ പരിചയത്തിൽ മറ്റേ ശ്രീചിത്രയിൽ HOD ഈശ്വർ സാർ നല്ലൊരാളാണ്. അവിടെ മറ്റേ ബ്രെയിൻ ന്യൂറോയുടെ മാത്രം ഹോസ്പിറ്റലാന്ന് പറഞ്ഞ് ഈശ്വർ സാറിൻ്റെ ഒരു ഫ്രണ്ട് സുരേഷ് എന്ന് പറയുന്ന ഡോക്ടർക്ക് കുഞ്ഞിൻ്റെ റിപ്പോർട്ടുകളെല്ലാം വാട്സപ്പിൽ ഇട്ട് കൊടുത്തു. അത് ഈശ്വർ സാറ് കണ്ടു. അപ്പം ഞങ്ങളോട് പറഞ്ഞു അങ്ങോട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ ഞാനും അനിയനും ഞങ്ങൾ അച്ഛനും എല്ലാവരും കൂടി ഞങ്ങൾ ട്രിവാൻഡ്രത്ത് പോയി. ഇങ്ങനെ മരിച്ച പോലെ ഞാൻ പോകുന്ന ഡോക്ടറെ എടുക്കാൻ. കാരണം ഫുഡ് കഴിക്കത്തില്ല, ഉറങ്ങത്തില്ല. അങ്ങനെ എന്നെ കാണുമ്പോഴേ അത്ര ഇതാണ്. പക്ഷേ അവൻ്റെ മുന്നിൽ ഞാൻ കരയാൻ പാടില്ല. എൻ്റെ കണ്ണ് നനഞ്ഞാൽ പിന്നെ ആൾ ഡൗണാണ്. ആൾക്ക് പിന്നെ ഞാൻ കരയാനേ പാടില്ല. അങ്ങനെ ഞാനും അനിയനും കുഞ്ഞു ഈശ്വർ സാറിൻ്റെ അടുക്കൽ ചെന്നു. അപ്പോൾ ഈശ്വർ സാർ ഇങ്ങനെ MRI നോക്കിയിട്ട് പറഞ്ഞു ക്യാൻസർ ട്യൂമർ അല്ല എന്ന് പറഞ്ഞു. ഒറ്റ നോട്ടത്തിൽ തന്നെ ഇങ്ങനെ നോക്കി. അപ്പോൾ ഞങ്ങൾ കേട്ട ട്യൂമർ അങ്ങനെയല്ലേ ഉള്ളൂ. അപ്പോൾ ഞങ്ങളോട് ചെന്ന് കയറി ഡോക്ടർ ഇങ്ങനെ പറഞ്ഞത് ക്യാൻസർ ട്യൂമർ അല്ല, വലിയ ട്യൂമറാണ്, നമുക്ക് 2 സർജറി ചെയ്യാമെന്ന്. അപ്പോൾ ഈശ്വർ സാർ എണീറ്റ് വന്നു.
അപ്പോൾ ഡോക്ടർ പറഞ്ഞു സാധാരണ നമ്മൾ അപ്പോയിൻമെൻറ്റ് കൊടുത്താൽ 6 മാസം കഴിഞ്ഞ് വാ അല്ലെ 3 മാസം കഴിഞ്ഞ് വാ എന്ന് പറയും. പക്ഷേ ഞങ്ങളെ കണ്ടിട്ടും എൻ്റെ അച്ചാച്ചിയുടെ അവസ്ഥ കണ്ടപ്പോൾ ഞങ്ങൾ ജെനുവിനാന്ന് ഡോക്ടർക്ക് മനസ്സിലാണ്. ഡോക്ടർ അവനെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, മോനെ നിന്നെ എനിക്ക് തിരിച്ചുവിടാൻ പറ്റത്തില്ല, എല്ലാമായിട്ടാണോ വന്നത്, പൈസയുണ്ടോ കയ്യിൽ, റൂം എടുക്കാൻ ഇതുണ്ടോ, ഡ്രസ്സും ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് ഞങ്ങളെ അപ്പം തന്നെ അവിടെ അഡ്മിറ്റ് ആക്കി ഡോക്ടർ. അങ്ങനെ ഫസ്റ്റ് സർജറി കഴിഞ്ഞു. അപ്പോൾ 80% റിമൂവ് ചെയ്യാൻ പറ്റുള്ളൂ. എന്നിട്ട് അച്ചുക്കുട്ടന് 4 ദിവസം വെന്റിലേറ്റർ. അപ്പം സൈൻ ചെയ്തപ്പോഴൊക്കെ എന്നെ വിളിച്ചു, എൻ്റെ അച്ചാച്ചി ഇല്ലാത്തതുകൊണ്ട് അമ്മയോടെല്ലാം പറയുന്നത്. അങ്ങനെ എന്നോട് പറഞ്ഞു എൻ്റെ കുഞ്ഞ് സംസാരിക്കത്തില്ല, നടക്കത്തില്ല, അങ്ങനെ കണ്ണിൻ്റെ കാഴ്ച, അങ്ങനെ കുറേ നെഗറ്റീവുകൾ പറഞ്ഞു. എന്നിട്ടാണ് ഞാൻ സൈൻ ചെയ്തത്. അന്ന് രാത്രി ഫുൾ അറിയാമല്ലോ. അപ്പോഴത്തേനും അത് കഴിഞ്ഞിട്ട് പിന്നെ സർജറി കഴിഞ്ഞിട്ട് അച്ചുക്കുട്ടനെ കാണാൻ ഞാൻ പോയി. അച്ചുക്കുട്ടൻ സംസാരിച്ച് എന്നെ അമ്മയെന്ന് വിളിച്ചു. പക്ഷേ എനിക്ക് അറിയാമല്ലോ വെന്റിലേറ്ററൊക്കെ കണക്ട്, കാലും കൈയൊന്നും കുഞ്ഞിനെ അനക്കാൻ പറ്റാത്ത അവസ്ഥയിൽ, കണ്ണൊന്നും ഇല്ല, കണ്ണൊക്കെ അടഞ്ഞ് മുഖമൊക്കെ നീര് വെച്ച് വീഴ്ത്ത് 2 കണ്ണും അടഞ്ഞിരിക്കുക. ഇവിടം തൊട്ട് ഇവിടം വരെ ഇങ്ങനെ ഓപ്പൺ സർജറി ചെയ്തു, മൊത്തം ബാൻഡേജ് ഇട്ട് ചുറ്റി വെച്ചേക്കും. അങ്ങനെ പിന്നെ 8ാമത്തെ ദിവസം കുഞ്ഞിനെ ഇറക്കി എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ കൊറോണ ടെസ്റ്റ് ചെയ്യണം, എന്നെ കുഞ്ഞിൻ്റെ കൂടെ നിർത്തുവാത്ത, ബാക്കി എല്ലാവരും പുറത്താണ്. അപ്പോൾ എൻ്റെ കൊറോണയുടെ റിസൾട്ട് വരാൻ രാത്രിയായി, എന്നറിയാമല്ലോ കുറേ സമയം വേണം. ഇന്ന് രാത്രി ആയപ്പോഴത്തേക്കിനും അച്ചുക്കുട്ടനെ നമ്മളിങ്ങനെ ICU ഇറക്കി. അച്ചുക്കുട്ടനോട് സംസാരിച്ച് ഡോക്ടർ പറഞ്ഞു അവൻ യൂറിനൊക്കെ പാസ് ചെയ്തു, കുഴപ്പമില്ല, നമ്മൾ റൂമിലോട്ടാക്കാം. അച്ചുക്കുട്ടനെ ഇങ്ങനെ റൂമിലോട്ട് വിട്ടിട്ട് എന്നോട് പറഞ്ഞു എൻ്റെ കൊറോണ റിസൾട്ട് ഇല്ല, അതിനകത്ത് കയറ്റത്തിരുന്നു. ഞാൻ വന്ന് താഴെ 10 മണിയായപ്പോൾ എൻ്റെ കൊറോണയുടെ റിസൾട്ട് കിട്ടിയപ്പോൾ ഞാൻ റിസൾട്ടുമായിട്ട് ഓടി അകത്ത് ചെന്ന് ഞാൻ നോക്കിയപ്പോൾ എൻ്റെ കുഞ്ഞ് കിടന്ന ബെഡിൽ എൻ്റെ കുഞ്ഞില്ല. ഞാൻ ചോദിച്ചു എൻ്റെ കുഞ്ഞ് എന്ത് ചോദിച്ചു, പറഞ്ഞു 2 മണിക്കൂർ മുന്നേ അർജുനെ വെന്റിലേറ്ററിലാക്കിയെന്ന് പറഞ്ഞു. ഇവരെല്ലാം പുറത്താണ്, അതിനുള്ളിൽ ഫോണിനൊന്നും ഇതില്ല, ഫോണൊന്നും വർക്കാവത്തില്ല. ഞാൻ അവിടെ സെക്യൂരിറ്റിയോട് പറഞ്ഞിട്ട് ഞാൻ കുഞ്ഞിൻ്റെ ICUവിലെ വാർഡിലേക്ക് വെന്റിലേറ്ററിൻ്റെ അങ്ങോട്ട് പോകാതെ ഞാൻ ഇങ്ങനെ, ഇവരെല്ലാം പുറത്ത് പോയിപ്പോഴും ഞാൻ ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു കുഞ്ഞ് വെന്റിലേറ്ററേ മാത്രമേ എനിക്കുള്ളൂ, സെക്യൂരിറ്റി കയറ്റി വിട്ടിട്ടില്ല. അതിട്ട് ഇപ്പോൾ വഴക്കുണ്ടാക്കി അകത്ത് വന്നു. അപ്പോൾ ഞാൻ അവിടെ വീണ മലയാളി ഡോക്ടർ, ആ ഡോക്ടർ എന്നെ പിടിച്ചെവിടെ എത്തിയിട്ട് പറഞ്ഞു അമ്മ ഒരു കുഴപ്പമില്ല. അവന് ഞങ്ങൾ വെന്റിലേറ്റർ കണക്ട് ചെയ്യുമ്പോഴും അവൻ സംസാരിച്ചു, അവൻ്റെ പേര് പറഞ്ഞു, കഫം ലെൻസിൽ കുടുങ്ങി ബ്ലോക്കായി, അതുകൊണ്ട് അവന് ഏറ്റവും സേഫ് വെന്റിലേറ്ററാന്ന് പറഞ്ഞു. എന്നിട്ട് എന്നെ പുറത്ത് വിട്ടു. ഈശ്വർ സാർ 8 മണിയാകുമ്പോൾ പുറത്ത് വന്ന് സംസാരിക്കും. ഞാൻ അവിടെ ഓടിച്ചെന്ന് ഈശ്വർ സാറിൻ്റെ അടുത്ത്. ഈശ്വർ സാറിന് പറഞ്ഞു നീ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട, മിടുക്കനായ കുട്ടിയായിട്ട് ഞാൻ അവനെ തരും, പക്ഷേ എനിക്ക് 1 മാസം സമയം തരണം, കഫക്കെട്ട് വന്ന് ലെൻസ് ഫുള്ള് നിറഞ്ഞു, അങ്ങനെ പറഞ്ഞു. അങ്ങനെ 5-6 ദിവസം കഴിഞ്ഞ് വീണ്ടും കുഞ്ഞിനെ എനിക്ക് റൂമിൽ തന്നു. അപ്പോൾ അച്ചുക്കുട്ടനെ തരുമ്പോൾ ഇവിടെ ട്യൂബ്, യൂറിൻ ട്യൂബ്, ഓക്സിജൻ ട്യൂബ് എല്ലാമായിട്ട് അച്ചുക്കുട്ടനെ എൻ്റെ തന്നു. തന്നിട്ട് ഞങ്ങളെ ഒരു റൂമിലാക്കി കഴിഞ്ഞപ്പോൾ അച്ചുകൂടെ കാലൊന്നും അനക്കത്തില്ല, ഒറ്റ കിടപ്പ, ഇങ്ങനെ തന്നെ കിടക്കും. നമ്മൾ കാലും കയറിക്കുമ്പോൾ ഇങ്ങനെ വടി പോലും ഇങ്ങനെ കാലും കയറി. അങ്ങനെ അച്ചുകൂടിനെ എൻ്റെ കയ്യിൽ കിട്ടി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു 1 മാസം എനിക്ക് സമയം തരണം, കാരണം അവൻ്റെ ഒരു ലെൻസ് ഫുള്ള് കഫം വന്ന് നിറഞ്ഞിരിക്കുകയാണ്. അങ്ങനെ എക്സ്റേ എടുത്തപ്പോൾ ഡോക്ടറിനെ കാണിച്ച് മഞ്ഞ് പോലെ കഫം. അപ്പോൾ ഓക്സിജൻ്റെ ലെവൽ രാത്രി ഒന്നും ഉറങ്ങാൻ പറ്റത്തില്ല, കാരണം ഓക്സിജൻ്റെ ഒരു ഇത് കയ്യിൽ പിടിപ്പിക്കും, അത് വിട്ടു. അപ്പോൾ എനിക്ക് പേടി എൻ്റെ കുഞ്ഞിൻ്റെ കയ്യിൽ നിന്ന് അത് വിട്ടുപോയാൽ ഇത് കൂട്ടിക്കൊണ്ടിരിക്കണം ഓക്സിജൻ്റെ അളവ്. അപ്പോൾ ഓക്സിജൻ ഇതിങ്ങനെ വെച്ചേക്കുമല്ലോ. അങ്ങനെ 4 രാത്രി ഓക്സിജൻ ട്യൂബ് വെച്ച് ഞാൻ ഉറങ്ങാതിരുന്നു. അങ്ങനെ ഡോക്ടർ പറഞ്ഞു 1 മാസം നമുക്ക് ഫിസിയോതെറാപ്പി ചെയ്യണം, ഇതൊക്കെ ട്യൂബൊക്കെ മാറിയിട്ട് നമുക്ക് ഫിസിയോതെറാപ്പി ചെയ്യണം. ഞാൻ ആ 4 രാത്രിയിൽ ഞാൻ കാലിലൊക്കെ എണ്ണയൊക്കെ തൊട്ടിട്ട് അവൻ്റെ കാലും കൈയൊക്കെ ഞാൻ മസാജ് ചെയ്തു, കാലൊക്കെ അനക്കാൻ തുടങ്ങി. എന്നിട്ട് പിറ്റേ ദിവസം ഡോക്ടർ വന്നിട്ട് എന്നെ പറഞ്ഞു കഫം മാറി, ജൂനിയർ ഡോക്ടർ പറഞ്ഞു കഫം മാറുന്നില്ല, നമ്മുടെ ഇവിടെ കിഴിച്ചിട്ട് ഇങ്ങനെ ഒരു മെഷീൻ ഇറക്കും, അതുകൊണ്ട് സക്ക് ചെയ്ത് കഫം എടുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ ടീമായിട്ട് വരുന്നത്. അപ്പോൾ ഞാൻ ഈശ്വരനെ ഇങ്ങനെ നോക്കി ഇങ്ങനെ കരഞ്ഞുകൊണ്ട് ഡോക്ടർ എനിക്ക് പറഞ്ഞു വിഷമിക്കട്ടെ, ഞാൻ ഒരു അവസരം തരാം, നിനക്ക് അവൻ്റെ നെഞ്ചിടിച്ചിടിച്ച് അവനെ തുപ്പിക്കാമോ എന്ന് ചോദിച്ചു. കഫം ഞാൻ പറഞ്ഞു ഡോക്ടറെ ഞാൻ തുപ്പിക്കാമെന്ന് പറഞ്ഞു. അപ്പം ഓക്സിജൻ ഉണ്ട്, കുഞ്ഞിന് തുപ്പാൻ പറ്റത്തില്ല, ഈ ട്യൂബ് മാറ്റാൻ പറ്റത്തില്ല. അപ്പം ഡോക്ടർ എന്നെ കാണിക്കും, ഇങ്ങനെ കൈ വെച്ചിട്ട് ഇടിക്കാൻ. ആദ്യം ഞാൻ പതുക്കെ ഇടിച്ചു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു മകനായതുകൊണ്ട് വേദനിക്കുമെന്നാണോ? വേദനിക്കത്തില്ല, ഇടിച്ചോളാം. അങ്ങനെ ഒരു രാത്രി ഫുള്ള് ഞാൻ ഇടിച്ചിടിച്ച് ഇതിൻ്റെ ഇടയിൽ കൂടി എൻ്റെ അച്ചുക്കുട്ടിനെ കൊണ്ട് കഫം തുപ്പിച്ചു. പിറ്റേന്ന് രാവിലെ 5:30 ആയപ്പം അന്ന് എക്സ്റേ എടുത്തപ്പോൾ ഡോക്ടർ പറഞ്ഞു കഫം നീങ്ങി തുടങ്ങിയെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് അത്രയും വലിയ ഡോക്ടർ പറഞ്ഞു എൻ്റെ അച്ചുക്കുട്ടൻ നടക്കത്തില്ല, ഫിസിയോതെറാപ്പി ചെയ്യാതെ അവന് നടക്കാൻ പറ്റത്തില്ല, അവൻ്റെ കാലും കൈ അനക്കാൻ പറ്റത്തില്ല. അന്നത്തെ ദിവസം തൊട്ട് 8ാമത്തെ ദിവസം അച്ചുക്കുട്ടനെ ഞാൻ നടത്തി ശ്രീചിത്രയെ കൊണ്ട്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഞങ്ങൾക്ക് ഭയങ്കര അതിശയമാണ്, മെഡിസിൻ മാത്രമേ എനിക്ക് കൊടുക്കാൻ പറ്റത്തുള്ളൂ, ഡോക്ടറും നേഴ്സും എല്ലാം നീ തന്നെയാണെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എൻ്റെ അച്ചുക്കുട്ടനെ, ഞാൻ കരയത്തില്ല, എൻ്റെ അച്ചുക്കുട്ടൻ ഉറങ്ങുമ്പോൾ ഞാൻ കരയും, അല്ലാത്തപ്പോൾ ഫുൾ എൻ്റെ അച്ചുക്കുട്ടൻ പൊന്നുമണിയെ പോലും ഞാൻ കണ്ടിട്ടില്ല, നോക്കിയിട്ടില്ല, അച്ചുക്കുട്ടൻ്റെ കൂടെ തന്നെ. അങ്ങനെ 10-20 ദിവസം ഞങ്ങൾ ശ്രീചിത്രയ്ക്ക് ഉള്ളിലായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ 1 മാസം ഡോക്ടർ പോകാൻ പറഞ്ഞിട്ട് ഞാൻ തിരുവനന്തപുരം വിട്ട് വന്നില്ല.
1 മാസം കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു കുഞ്ഞിനെ അങ്ങോട്ട് പൊക്കോന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ പോയില്ല. എനിക്ക് പേടി, ഇവിടെ വന്നു കഴിയുമ്പോൾ ഇവന് എന്തെങ്കിലും ഇൻഫെക്ഷനായി ഞാൻ വീണ്ടും കൊണ്ടുപോകണ്ടേ. അങ്ങനെ കിടന്നത്. അങ്ങനെ ഇൻഫെക്ഷനൊന്നും വന്നില്ല. അങ്ങനെ അച്ചുക്കുട്ടൻ ഒരു പനി പോലും വന്നില്ല. അങ്ങനെ 1.5-2 മാസമായപ്പോഴത്തേനും ഞങ്ങൾ തിരിച്ചു വന്നു. പിന്നെ 3 മാസത്തോളം റൂമിലിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ ഡോക്ടർ പറഞ്ഞു, പിന്നെ ഒരു സ്കാൻ ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു അടുത്ത സർജറിക്ക് സമയമായി എന്ന് പറഞ്ഞു. അങ്ങനെ മൂക്കിൽ കൂടി ചെയ്തു. എല്ലാം 6.5 മണിക്കൂർ 7 മണിക്കൂർ ഉള്ള സർജറിയായിരുന്നു. അങ്ങനെ എൻഡോസ്കോപ്പി ചെയ്തു. എൻഡോസ്കോപ്പിക്ക് എൻ്റെ അച്ചുക്കുട്ടനെ രാവിലെ 8:30 ആയപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചുകൊണ്ട് പോയിട്ട് വൈകിട്ട് 6-7 ആയിട്ടും തന്നില്ല. എല്ലാവരുടെയും സർജറി കഴിഞ്ഞു. ഞങ്ങൾ മാത്രം അവിടേക്ക് എൻ്റെ അച്ചുക്കുട്ടൻ്റെ സർജറി കഴിഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ കുഞ്ഞിന് എന്തോ പറ്റിയിട്ടുണ്ട്, ഡോക്ടർക്ക് എന്നോട് പറയാൻ ബുദ്ധിമുട്ടായിട്ടാന്ന് പറഞ്ഞു. അങ്ങനെ എൻഡോസ്കോപ്പി ചെയ്യുന്ന ഡോക്ടർ ഇറങ്ങി വന്നപ്പോൾ എൻ്റെ കൂടെ നിന്നവർ ഓടിച്ചെന്നിട്ട് പറഞ്ഞു ചേച്ചി ഇതുവരെ ഫുഡ് പോലും കഴിച്ചിട്ടില്ല കുഞ്ഞിന്. അപ്പോൾ എന്നൊക്കെ പറഞ്ഞു 8 മണിക്കൂറോളം ഉണ്ടായിരുന്നു സർജറി, ഞങ്ങളിപ്പോൾ അവൻ്റെ മുന്നിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങിയതേ ഉള്ളെന്ന് പറഞ്ഞു. അപ്പം വലിയ ക്യൂവാണ്. ഇങ്ങനെ ഈശ്വർ സാറ് വന്നിങ്ങനെ പറയും, ഓരോരുത്തരുടെ പേര് വിളിച്ച് പറയും. അപ്പം നമ്മൾ ക്യൂ നിൽക്കാൻ ഞാൻ ഓടിച്ചെല്ലാം താമസിച്ചു. അപ്പോൾ ഞാനിങ്ങനെ പുറകെ നിന്നിട്ട് ഈശ്വർ സാർ അവിടെ വിളിച്ചിട്ട് അർജുൻ എന്ന് വിളിച്ചു. അപ്പോൾ ഞാൻ എല്ലാവരുടെ ഇടയിൽ നിന്ന് ഓടിച്ചപ്പോൾ എന്നെ ഇങ്ങനെ കൈ കൊണ്ട് കാണിച്ച് സക്സസ് ആണെന്ന് പറഞ്ഞു. എന്നിട്ട് അങ്ങനെ 3ാമത്തെ സർജറി കഴിഞ്ഞ് ഞങ്ങളവിടെ വീണ്ടും നിന്നു. അങ്ങനെ അത് 2ാമത്തെ സർജറി ആയിരുന്നു. അത് 2ാമത്തെ സർജറി കഴിഞ്ഞ് പിന്നെയും 10 ദിവസം ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ നിന്നു. 1.5 മാസം ഞങ്ങൾ പുറത്ത് താമസിച്ചിട്ട് ആദ്യം എൻ്റെ അച്ചുക്കുട്ടൻ നടക്കത്തില്ല. അച്ചുക്കുട്ടൻ നടക്കത്തില്ലെന്ന് പറഞ്ഞാൽ അച്ചുക്കുട്ടൻ നടക്കുമ്പോഴത്തേക്കിനും അച്ചുക്കുട്ടൻ വീഴും. അച്ചുക്കുട്ടൻ ഇങ്ങനെ പിടിക്കണം. ഇങ്ങനെ പിടിച്ച് അച്ചുക്കുട്ടൻ നടക്കുള്ളൂ. അങ്ങോട്ട് ചെരിഞ്ഞു പോയി ഇങ്ങോട്ട് ചെരിഞ്ഞു. ഫുഡൊന്നും കൈ കൊടുത്താൽ വായ അവൻ അറിയത്തില്ല. അവൻ തന്നെ കഴിച്ചാൽ മാറിപ്പോവും. പല്ലിൽ വെക്കാൻ പറ്റത്തില്ല. നടക്കുമ്പോൾ തിരികെ ഒരു മാറ്റേ പോലും ഞാൻ ചവിട്ടിപ്പിക്കത്തില്ല ഞങ്ങൾ. കാരണം അവിടെ തെന്നിപ്പോയാൽ തീരുമല്ലോ. അതുകൊണ്ട് അത് കഴിഞ്ഞ് അങ്ങനെ അച്ചുക്കുട്ടന് ഒരു 2 മാസം എടുത്ത് അച്ചുക്കുട്ടൻ നോർമലായിട്ട് നടക്കാൻ, കുളിപ്പിക്കുന്നതും എല്ലാം ഞാൻ തന്നെ. പിന്നെ അച്ചുക്കുട്ടൻ നടന്നു. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ വന്നു. പിന്നെ അച്ചുക്കുട്ടൻ പുറത്തൊക്കെ ഇറങ്ങാനൊക്കെ തുടങ്ങി. പിന്നെ എല്ലാവരും കാണാനും സംസാരിക്കാനും പിള്ളേരുമായിട്ടൊക്കെ മിണ്ടാനും ഒക്കെ തുടങ്ങി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഇതുപോലെ MRI എടുക്കാൻ പോയി. 6 മാസം കഴിഞ്ഞ് ഒരു 2 ടൈപ്പ് MRI അതായത് നമ്മുടെ ഞരമ്പിനിടയിലേക്ക് ഇതാക്കുന്ന ഒരു MRI ഉണ്ട്. ആ MRI എടുത്തിട്ട് റിസൾട്ട് കിട്ടുന്നത് 2 ദിവസം കഴിഞ്ഞാണ്. പക്ഷേങ്കിൽ ഡോക്ടറുടെ അനുവാദം ഉണ്ടെങ്കിൽ അത് ഡോക്ടറുടെ സിസ്റ്റത്തിൽ ചെല്ലും ഇത്ര മണിക്കൂറിനുള്ളിൽ. അപ്പോൾ ഈ MRI എടുത്തപ്പം 2 ദിവസം. അപ്പോൾ ഡോക്ടർക്ക് അറിയാം ഞങ്ങളുടെ യാത്രയും ഞാനും കുഞ്ഞും അങ്ങനെ. അപ്പം ഡോക്ടർ എന്നോട് പറഞ്ഞു ഇന്ന സമയത്ത് MRI ആയിട്ട് വെയിറ്റ് ചെയ്യ്, ഞാനൊന്ന് സിസ്റ്റത്തിൽ നോക്കി കണ്ടിട്ട് നീ പൊക്കോളാൻ പറഞ്ഞു. ഞാനും കുഞ്ഞും അവിടെ നിന്ന് വൈകിട്ട് 4:30-5 ഞങ്ങളെപ്പോഴും 9 രാത്രി 11 മണിക്കൊക്കെയാണ് തിരിച്ച് വരുന്നത്. അപ്പോൾ രാവിലെ പോകും 5:30 ആകുമ്പോൾ. അപ്പോഴത്തേനും ഞാനും കുഞ്ഞും അവിടെ നിന്നപ്പോൾ ഡോക്ടറെ വിളിച്ചിട്ട് അകത്തോട്ട് കയറിയപ്പോൾ തന്നെ ഇരിക്കാൻ പറഞ്ഞു. എന്നിട്ട് എന്നെ എടുക്കാൻ പറഞ്ഞു ഇങ്ങനെ MRI കാണിച്ചിട്ട് എൻ്റെ അടുക്ക പറഞ്ഞു നീ വിഷമിക്കരുത്, ഇങ്ങനെ കുഞ്ഞു ട്യൂമേഴ്സ് ഉണ്ട്, നമുക്ക് ഇനി സർജറി ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ അവിടെ ഇരുന്ന് കരഞ്ഞു. ഞാൻ പറഞ്ഞു ഇനി ഞങ്ങൾ ജീവിച്ചിട്ട് കാര്യം. ഇതിന് മുന്നേ ഞാൻ ഒത്തിരി പ്രാവശ്യം ആത്മഹത്യക്ക് ശ്രമിക്കാൻ ഒരുങ്ങി ഇവരെയും കൊണ്ട്. കാരണം എന്തിന് ജീവിക്കണം? എൻ്റെ അച്ചാച്ചി പോയിട്ട് 8 മാസം ആകുന്നതിന് മുന്നേ തന്നെ അടുത്ത ദൈവം തന്നു. ആദ്യം നമുക്ക് മോചനം നേടാൻ എനിക്ക് ഒത്തിരി ടൈം വേണ്ടി വന്നു. കാരണം ഞങ്ങൾ ഭയങ്കര കൂട്ടായിരുന്നു. ഭയങ്കര എല്ലാവരോടും പറയും മൂത്ത മോള് ഞാനാന്ന് പറയും. ഞാനാ മോള്. അത് കഴിഞ്ഞ് അച്ചുക്കുട്ടനും പൊന്നുമണിയുള്ളൂ എന്ന് പറയും. അങ്ങനെ ജീവിച്ചു. അങ്ങനെ എളുപ്പം ഒരു സുപ്രഭാതത്തിൽ എല്ലാം കൈ തന്നിട്ട് പോയി. അങ്ങനെ ഒരു കടയിൽ പോലും എന്നെ വിടുവോ അങ്ങനെ ഒന്നും എന്നെ വിട്ടിട്ടില്ല. അങ്ങനെ അതുപോലെ ഞങ്ങളെ പൊന്നുപോലെ നോക്കിയ ആളൊരു സുപ്രഭാതത്തിൽ ഇവരെ രണ്ടിനെ ഏൽപ്പിച്ചിട്ട് ഒറ്റ പോക്കങ്ങ് പോകും. കുറേ എടുത്തു. ഇവരോടൊക്കെ ചോദിച്ചേക്ക് കൗൺസിലിംഗ് ഒക്കെ ചെയ്ത് ഉറക്കക്കുളി കഴിക്കുമായിരുന്നു. അനിയത്തിയായിരുന്നു എനിക്ക് 8 മാസം കൂട്ട് കിടക്കുന്ന വന്ന്. കാരണം എനിക്ക് ഇവരെ ഒന്ന് നോക്കാൻ പോലും എനിക്ക് പറ്റത്തില്ല. കാരണം എനിക്ക് ആത്മഹത്യ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. ഇവരെ പോലും ഞാൻ നോക്കിയിട്ടില്ല ആ 5-8 മാസം. കാരണം എനിക്ക് അത് അച്ഛന് മാത്രമുള്ളൊരു വിചാരം മാത്രമേ ഉള്ളായിരുന്നു. പക്ഷേ പിന്നെ അതിൽ നിന്നൊക്കെ ഇതായിട്ട് ഞാൻ 8 മാസം കഴിഞ്ഞ് ജോലിക്ക് പോകാൻ തുടങ്ങി. അപ്പം ഞാൻ ജോലി ചെയ്യുന്നിടത്തുനിന്ന് അവരിവിടെ വന്നു. അനിയത്തി വിളിച്ചു പറഞ്ഞു ഇതുപോലെ ചേച്ചി ഭയങ്കര മെൻ്റലി പ്രശ്നത്തിലാണ്, ഇനിയും പോയാൽ പ്രശ്നം ഗുരുതരമാണെന്ന് പറഞ്ഞിട്ട് അവരിവിടെ വന്ന് സംസാരിച്ച് 1 മാസത്തോളം എന്നെ ആ ഷോപ്പിൽ കൊണ്ടുപോയിട്ട് ഒരു ജോലിയും ചെയ്യിപ്പിക്കത്തില്ല. അവരെന്നെ സമയത്ത് ഫുഡ് കഴിപ്പിക്കും. ഞാൻ കഴിക്കുവോ കുളിക്കുവോ അങ്ങനെയൊന്നും ചെയ്യത്തില്ല. അങ്ങനെ 8 മാസം കഴിഞ്ഞ് ഞാൻ ജോലിക്ക് പോയിട്ട് പിന്നെ കൗൺസിലിംഗ് ഒക്കെ നടത്തിയപ്പോഴത്തേക്കിനും ഇവർ വീട്ടിൽ കൊണ്ടുവന്ന് ഇങ്ങനെ കൗൺസിലിംഗ് അവരെന്നോട് സംസാരിച്ചപ്പോൾ പിന്നെ പതിയെ ഇവരായി എൻ്റെ ജീവിതത്തിൽ. പിന്നെ ഇവർക്ക് വേണ്ടി ജീവിക്കണം. അങ്ങനെ ഞാൻ ജോലിക്കൊക്കെ പോകാൻ തുടങ്ങി. അങ്ങനെ പെട്ടെന്നൊരു ആഘാതം. അത് കഴിഞ്ഞ് പിന്നെ ഈശ്വർ സാറിനെ ഏറ്റവും നന്നായിട്ട് എന്നെ അറിയാം. എന്നെ ഈ ലോകത്ത് ഏറ്റവും മനസ്സിലാക്കിയ ഈശ്വർ സാർ മാത്രമേ ഉള്ളൂ. അപ്പം ഞാനവിടെ കണ്ടിട്ട് ഇനി ഞാൻ ജീവിക്കുന്നില്ല, ഞാൻ തിരിച്ചു പോകത്തില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഡോക്ടറെ എണീറ്റ് ഇങ്ങനെ അച്ഛൻ മക്കളെ പിടിക്കുന്നത് ഞങ്ങൾ 2 പേരും 2 സൈഡ് കൊണ്ട് കെട്ടിപ്പിടിച്ചിട്ട് എന്നോട് ചോദിച്ചു നിനക്ക് വെള്ളം വേണം, എൻ്റെ തലയിലൊക്കെ തടവിട്ട് പറഞ്ഞു 2 സർജറിക്ക് നിനക്കൊരു ബുദ്ധിമുട്ട് ഞാൻ വരുത്തിയില്ലല്ലോ, 3ാമത്തെ സർജറിക്ക് ഞാൻ തന്നെ ചെയ്യുമെന്ന് പറഞ്ഞു. ഞങ്ങളവിടെ അഡ്മിറ്റാക്കി.
അഡ്മിറ്റാക്കി നമ്മൾ 8 ദിവസം കഴിഞ്ഞ് നമ്മൾ ഇതാവത്തുള്ളൂ സർജറി കിട്ടും. 7ാമത്തെ ദിവസവും ബ്ലഡൊക്കെ അറേഞ്ച് ചെയ്യണ്ടേ. 7ാമത്തെ ദിവസവും ഡോക്ടർ ഒന്നും പറയുന്നില്ല. 8ാമത്തെ ദിവസം വന്നിട്ട് പറഞ്ഞു നാളെ അർജുൻ്റെ സർജറിയാന്ന് പറഞ്ഞു. അപ്പം മൊത്തം മുട്ടയടിക്കും. അപ്പോൾ ഡോക്ടറെ മുടി വെട്ടുന്ന പയ്യനെ വിളിച്ചിട്ട് പറഞ്ഞു അവൻ്റെ ഇത്രയും മാത്രമേ ഇതുള്ളൂ, ഇങ്ങനെ സർജറി ഇതുള്ളൂ, ഇത് 2 പ്രാവശ്യം ഒരേ സെയിം ഇതുള്ളൂ, ഇത്രയും ഇതുള്ളൂ, ഇതേ സെയിം പോർഷനിൽ തന്നെ 2ാമതും ചെയ്തത്. അപ്പം ഡോക്ടർ പറഞ്ഞു ഇത്രയും ഭാഗത്ത് മുടി മാത്രമേ അവൻ്റെ എടുക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ മുടി വെട്ടിയില്ല, മുടി വെട്ടാതെ ഇത്രയും ഭാഗത്ത് മുടി മാത്രം എടുത്തിട്ട് അച്ചുക്കുട്ടനെ സർജറി ചെയ്തു. അപ്പോഴും ഇങ്ങനെ പറഞ്ഞു അച്ചുക്കുട്ടൻ നടക്കത്തില്ല, അച്ചുക്കുട്ടൻ സംസാരിക്കില്ല. പക്ഷെ എനിക്ക് വാശിയായിരുന്നു, എൻ്റെ അച്ചുക്കുട്ടനെ ഞാൻ നടത്തും. അങ്ങനെ പിന്നെ 3ാമത്തെ സർജറി വൈകിട്ട് വന്നപ്പോൾ ഡോക്ടർ എടുക്കുമ്പോൾ നാളെ അർജുൻ്റെ സർജറിയാന്ന് പറഞ്ഞു, റെഡി ആയിക്കോളാൻ പറഞ്ഞു. അപ്പോൾ അച്ചുകൂടെ ചപ്പാത്തിയൊക്കെ കഴിച്ച്, അല്ലെങ്കിൽ അവർ ബ്രെഡാണ് കൊടുക്കുന്നത് സർജറിക്ക്, അവർക്ക് ലിസ്റ്റ് ഉണ്ടെങ്കിൽ. അപ്പോൾ ഞാൻ ഈശ്വർ സാർ നട്ടൊക്കെ ചിരിച്ചിട്ടങ്ങ് പോയി. അച്ചുകൂട്ടനെ ഇങ്ങനെ തട്ടി മിടുക്കനായിട്ട് രാവിലെ റെഡി ആയിട്ടിരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് കെട്ടിപ്പിടിച്ച് ഹഗ്ഗൊക്കെ ചെയ്ത് ഈശ്വർ സാർ പോയി കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ ജൂനിയർ ഡോക്ടറിൻ്റെ പുറകെ വിടും. ഞാൻ ഡോക്ടർ എന്നോട് സർജറി ചെയ്യാൻ പറഞ്ഞിട്ട് അച്ചാച്ചനൊക്കെ ഇവരൊക്കെ ഇവിടെ ആരുമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനും അമ്മയും മാത്രമേ ഉള്ളൂ, അമ്മ പുറത്ത്. അപ്പോൾ ഡോക്ടർ ഓടി വന്നിട്ട്, അപ്പോൾ ഞാൻ ഓടി പുറകെ വന്നപ്പോൾ പറഞ്ഞു കുഴപ്പമില്ല, ബ്ലഡൊക്കെയോ. അപ്പോൾ പറഞ്ഞു ഈശ്വർ സാർ എല്ലാം അറേഞ്ച് ചെയ്തെന്ന് പറഞ്ഞു. 3ാമത്തെ സർജറിക്ക് ഞാൻ ഒന്നും അറിഞ്ഞില്ല, ഈശ്വർ സാർ എല്ലാം അറേഞ്ച് ചെയ്ത് ഇതിന് വേണ്ട അവിടെ എല്ലാ ഏർപ്പാടും ചെയ്ത് സർജറി കഴിഞ്ഞ് പിന്നെ ഞങ്ങളവിടെ താമസിച്ചിട്ട് 2 മാസം കഴിഞ്ഞ് ചെന്ന് ഇത് മുറിവ് കരിഞ്ഞ് കഴിയുമ്പോൾ ചെല്ലണമെന്ന് പറഞ്ഞു. കാർണിയോഫെറിഞ്ചോമ എന്ന് പറഞ്ഞിട്ടൊരു ട്യൂമറാണ് കുഞ്ഞിൻ്റെ അത്. പക്ഷേ ഇതിൻ്റെ വേരുകൾ ഇതിനുള്ളിലേക്ക് ഇറങ്ങിപ്പോയിട്ടുണ്ട്. നമ്മുടെ ചെടി ഭൂമിക്കടിയിലോട്ട് പോയാൽ നമ്മൾ മോളുവശം വെട്ടിക്കളഞ്ഞെന്ന് പറഞ്ഞാലും അടിയിൽ നിന്ന് ഉള്ളത് കിളുത്ത് വരുമല്ലോ, അതാണ് 3ാമത്തെ പ്രാവശ്യം അങ്ങനെ കിളുത്ത് വരാനിടയായത്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു നമുക്ക് റേഡിയേഷൻ ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് അപ്പോൾ ഡോക്ടർക്ക് ഏറ്റവും ഇഷ്ടം RCC ചെയ്യുന്നത്. അപ്പോൾ RCCക്ക് നമുക്ക് അങ്ങനെ എളുപ്പം അപ്പോയിൻമെൻറ്റ് എടുത്തില്ല, കാരണം അവിടുത്തെ പേഷ്യൻസിന് മുൻഗണന, കുഞ്ഞിന് ആ ട്യൂമർ അല്ലാത്തതുകൊണ്ട് അവിടെ കിട്ടത്തില്ലെന്ന് പറഞ്ഞു. അപ്പോഴും ഈശ്വർ സാർ ഞങ്ങൾക്ക് വലിയൊരു ലെറ്റർ എഴുതി തന്നിട്ട് പറഞ്ഞു അവിടെ പോയി ആശയം എന്ന് പറയുന്ന ഡോക്ടറെ കാണുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളവിടെ താമസിച്ചു. അങ്ങനെ താമസിച്ച് എൻ്റെ അച്ചുകൂടെ 28 റേഡിയേഷൻ എടുത്ത ഡോക്ടർ പറഞ്ഞു എൻ്റെ അച്ചുകൂടെ ഛർദ്ദിക്കും, എൻ്റെ അച്ചുകൂടെ ഫുഡ് കഴിക്കത്തില്ല, എൻ്റെ അച്ചുകൂട്ടിന് ക്ഷീണം വരും എന്നൊക്കെ പറഞ്ഞു. പക്ഷേ എൻ്റെ അച്ചുകൂട്ടന് അവിടെ അതിശയിപ്പിച്ച് ഡോക്ടർമാർ. എൻ്റെ അച്ചുകൂടെ മിടുക്കനായിട്ട് അച്ചുകൂടെ ഛർദ്ദിച്ചിട്ടേ ഇല്ല. പക്ഷേങ്കിൽ എൻ്റെ കുഞ്ഞിന് ഇവിടെ റേഡിയേഷൻ എടുത്തപ്പോൾ ഈ കണ്ണ് ഫുൾ ഇൻഫെക്ഷനായി. അങ്ങനെ ഞങ്ങൾ കേശവദാസപുരത്ത് ചൈതന്യയിലായിരുന്നു 1 മാസം. റെക്റ്റിനയുടെ ഡോക്ടർ അല്ലാത്ത ഡോക്ടേഴ്സ് എല്ലാവരും ഞങ്ങൾ 1 മാസം ചൈതന്യ പോകും. ഇൻഫെക്ഷൻ ഈ ചൂട് കൂടുമ്പോൾ ഇവിടെ ഇൻഫെക്ഷൻ ആകും, കണ്ണെല്ലാം നീര് വന്ന് വീർത്ത്. അങ്ങനെ ചൈതന്യയിൽ ഞങ്ങൾ കേശവദാസപുരത്തെ ചൈതന്യയിൽ പോയി. അങ്ങനെ ഞങ്ങൾ അവിടുത്തെ ട്രീറ്റ്മെൻറ്റിലൊക്കെ കഴിഞ്ഞ് 28 റേഡിയേഷൻ കഴിഞ്ഞ് മിടുക്കനായിട്ട് അച്ചുക്കുട്ടൻ വന്നു. ഓക്കാനമൊക്കെ വന്നാലും അച്ചുക്കുട്ടനെ ഞാൻ ഛർദ്ദിപ്പിക്കത്തില്ല, ജ്യൂസും ഫുഡും എല്ലാം കൊടുത്തിട്ട് രാവും പാലും അച്ചുക്കുട്ടൻ്റെ കൂടെ തന്നെ ഞങ്ങൾ 3. കാരണം പൊന്നുമണിയെ പിരിഞ്ഞിരിക്കാൻ ആൾക്ക് മേല. 3ാമത്തെ സർജറിക്ക് പോയപ്പോൾ പൊന്നുമണി ഇല്ലാതെ വരത്തില്ലെന്ന് പറഞ്ഞു. അങ്ങനെ പൊന്നുമണിയുടെ സ്കൂളിൽ പറഞ്ഞിട്ട് 2 മാസത്തെ ലീവ് പ്രിൻസിപ്പൾ തന്നിട്ട് പൊന്നുമണിയെ കൊണ്ടാണ് ഞങ്ങൾ ഇവിടുന്ന് പോകുന്നത്. അങ്ങനെ ഞങ്ങൾ റേഡിയേഷനൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വന്നു കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ചെക്കപ്പൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് തുടർന്നു. പിന്നെ ഞങ്ങളുടെ വിഷയം എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ട്യൂമറിന് ഞങ്ങൾ ലെവിപ്പില്ലെന്ന് പറഞ്ഞിട്ട്, അതായത് ഫിക്സ് വരാൻ പാടില്ല 3 വർഷം. അച്ചുക്കുട്ടന് ഫിക്സ് വന്നിട്ടില്ല എങ്കിലും ആ ബ്രെയിൻ സർജറി കഴിഞ്ഞാൽ നമ്മൾ ലെവിപ്പില്ലെന്ന് പറഞ്ഞിട്ടൊരു ടാബ്ലറ്റ് കഴിക്കണം. അത് 3 വർഷം കണ്ടിന്യൂസ് കഴിക്കണം. ട്യൂമർ പരമായിട്ട് ഞങ്ങൾ ആ ടാബ്ലറ്റേ കഴിക്കുള്ളൂ. പക്ഷേ ഞങ്ങളുടെ വിഷയം എന്ന് വെച്ചാൽ ഞങ്ങളുടെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ ചുറ്റി ട്യൂമറായിരുന്നു. അത് ഫുള്ള് നമ്മുടെ ശരീരത്തിൽ 6 ഹോർമോൺ എന്തോ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്ലാൻഡാകും. അതിൽ പ്രഗ്നൻസി ഹോർമോൺ ഒഴിച്ച് ബാക്കി 5 ഹോർമോൺസും അച്ചുക്കുട്ടന് നമ്മൾ മരുന്നായിട്ട് ഇഞ്ചക്ഷനായിട്ട്. അച്ചുക്കുട്ടന് തൈറോയിഡ് രാവിലെ തൈറോക്സിൻ കൊടുക്കും എണീറ്റ് വരുമ്പോൾ തന്നെ. പിന്നെ ഹൈസോൺ 10ഉം 5ഉം ഉണ്ട്, പിന്നെ ലെവിപ്പിലും ഉണ്ട്. പിന്നെ ഞങ്ങൾ ഏറ്റവും വലിയ വിഷയം ഇതുണ്ടോ, കൈ മൊത്തം ഞാൻ കുത്തിവെച്ചതാണ്. ഇതുണ്ടോ 2 വർഷമായി കുത്തിവെപ്പ് തുടങ്ങിയിട്ട്. ഇത് മൊത്തം ഞാൻ ഇൻസുലിൻ വെച്ച് ഇപ്പോൾ കുത്തും. 6 ദിവസം ഇഞ്ചക്ഷനുണ്ട്. 6 ദിവസം ഇഞ്ചക്ഷൻ ഞാൻ എടുക്കുന്നത്, കരഞ്ഞുകൊണ്ട് എടുക്കുന്നു, ഉമ്മയൊക്കെ കൊടുത്തിട്ടാണ് എടുക്കുന്നത്. കാരണം എനിക്ക് ഭയങ്കര സങ്കടമാണ്. 2 ഇഞ്ചക്ഷൻ 2 ഡ്രോപ്സായിട്ട് നമുക്കത് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു ദിവസം 2 കുത്തിവെപ്പുണ്ട് 2 കയ്യിൽ. ഞങ്ങൾക്ക് ആ മെഡിസിനാണ് മരുന്ന്. ഈ 2 വർഷവും ഞാൻ ആരെയും ബുദ്ധിമുട്ടിക്കാതൊക്കെ ഓടി, പക്ഷേ എത്തുന്നില്ലെങ്കിൽ. അപ്പം അത്രയും രൂപയാകും ആ മരുന്നെന്ന് പറഞ്ഞാൽ. 45,000 രൂപ കൂടുതലാവും. കാരണം MRIക്ക് 1 മാസത്തേക്ക്, അതായത് MRIക്ക് തന്നെയാകും 50,000 രൂപ 3 മാസം കൂടുമ്പോൾ. ചൈതന്യം അറിയാമല്ലോ, നല്ല കാശാണ് ചൈതന്യയിൽ.
ഇപ്പം ഫീൽഡ് ടെസ്റ്റ്, റെറ്റിന, അങ്ങനെ ഓരോരോ ടെസ്റ്റുകളുണ്ടാവും. പിന്നെ അതിൻ്റെ മരുന്നുകൾ, പിന്നെ അല്ലാണ്ട് മറ്റേ കുഞ്ഞിൻ്റെ യൂറിൻ കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. അപ്പം മിൻട്രി എന്ന് പറഞ്ഞിട്ടൊരു ടാബ്ലറ്റ് എടുക്കുന്നുണ്ട്. രാവിലെ വൈകിട്ടും ഉണ്ടായിരുന്നു. ഇപ്പോൾ രാവിലത്തെ സ്റ്റോപ്പ് ചെയ്തിട്ട് വൈകിട്ട് മാത്രമേ കൊടുക്കുള്ളൂ. അതിന് നല്ല തുകയാവും. അത് കഴിച്ചില്ലെങ്കിൽ കുഞ്ഞിന് യൂറിൻ കൺട്രോൾ ആവത്തില്ല നമ്മളെപ്പോലെ. പിന്നെ തണുത്ത വെള്ളം മാത്രമേ കുടിക്കാൻ പാടുള്ളൂ. പച്ചവെള്ളം കുടിച്ചാൽ ദാഹം തീരത്തില്ല. എപ്പോഴും ദാഹമാണ്. എപ്പോഴും തണുത്ത ഒരു വെള്ളത്തിൽ നിൽക്കുന്ന ഒരു കുപ്പിയുണ്ട് കയ്യിൽ, എവിടെ പോയാലും അതാ. 4 ലിറ്ററൊന്നുമല്ല, 5 ലിറ്റർ ഒന്നുമല്ല, ഇഷ്ടംപോലെ വെള്ളം അവൻ കുടിക്കും. പിന്നെ ഞങ്ങൾ എൻഡോക്രൈനോളജിയിൽ കാർത്തിക് എന്ന് പറഞ്ഞിട്ടൊരു സാറാണ്, മെഡിക്കൽ കോളേജിൽ. ഇവിടെയൊക്കെ എൻഡോക്രൈനോളജി ഉണ്ട്. പക്ഷേ ഞാൻ അവിടെ പോകും. 3 മാസം കൂടെ ഞാൻ അവിടെ തന്നെ ഉള്ളൂ. അപ്പോൾ എല്ലാവരും പറയും എന്തുകൊണ്ട് ഇവിടെ കാണിക്കുന്നില്ല. പക്ഷേ എനിക്ക് അവിടെ അവിശ്വാസം. അവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പം ഒരു മരുന്നിന് 1400 സംതിങ് ഒരു ഇഞ്ചക്ഷന്, പിന്നെ ഒരു ഇഞ്ചക്ഷന് 400 സംതിങ്. അപ്പോൾ അതിന് തന്നെയാകും 10-30,000 രൂപയോളം. അപ്പം ആ ഡോക്ടർ വിളിച്ച് പറഞ്ഞിട്ട് ഇച്ചിരി കുറച്ചിട്ട് മരുന്ന് തരും. അതായത് ഈ മെഡിക്കൽ റെപ്പിൻ്റെ അടുക്ക ഡയറക്റ്റ് പോയി എടുക്കും. അപ്പോഴത്തേക്ക് ഞാൻ ചെല്ലുമ്പോഴത്തേന് ആ പയ്യൻ ഐസ് ക്യൂബിനകത്ത് നമ്മുടെ മീനൊക്കെ വെങ്കിയത് പെട്ടിയില്ല, അതിനകത്ത് മറ്റേ ഐസൊക്കെ പാക്ക് ചെയ്ത് നമുക്ക് തരും. പക്ഷേങ്കിൽ അത് നമ്മൾ 4 മണിക്കൂറിനുള്ളിൽ ഫ്രിഡ്ജിൽ കൊണ്ടുവെക്കണം. അങ്ങനെയാണ് ഇപ്പം ഞങ്ങൾ ഇഞ്ചക്ഷൻ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞങ്ങൾക്ക് ഈ ഇത്രയും നാളും കിട്ടുന്ന സാലറി ഫുള്ള് മെഡിസിൻ വാങ്ങിക്കുക കുഞ്ഞിന്. 1 രൂപ പോലും എടുക്കാനില്ല. അതിലും കൂടുതൽ മെഡിസിനും MRIയും എല്ലാ കാര്യങ്ങളും. അവൻ്റെ ഒരു കാര്യത്തിൽ ഞാൻ ഇതുവരെ ഒരു കുറവും വരുത്തിയിട്ടില്ല. അപ്പോൾ അങ്ങനെ ഇങ്ങനെ ഇപ്പോൾ അച്ചുക്കുട്ടനെ ഇപ്പം മിടുക്കനായിട്ട് ഞാൻ 3 വർഷം അച്ചുക്കുട്ടൻ സ്കൂളിൽ പോയിട്ടില്ല. അങ്ങനെ എൻ്റെ അച്ചുക്കുട്ടനെ ഞാൻ സ്കൂളിൽ കൊണ്ടുപോയി. ഈ 10th ഒരു 3 മാസം 4 മാസം കഴിഞ്ഞാൽ ഞങ്ങൾ വരുന്നത്, ഇതൊക്കെ കഴിഞ്ഞിട്ട്. അപ്പം ഞാൻ പ്രിൻസിപ്പളിനോട് പറഞ്ഞു ഞാൻ ഇരുത്തുന്നില്ല 10ൽ. അപ്പോൾ അച്ചുക്കുട്ടന് എഴുതാനും വായിക്കാനും ഒക്കെ ബുദ്ധിമുട്ടുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേന് സാറെൻ്റെയൊക്കെ പറഞ്ഞ് ധൈര്യമായിട്ട് വിട്ടു, ഞങ്ങൾ അവനെ പഠിപ്പിച്ചോളാമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ആൾക്ക് വായിക്കാനും ഒക്കെ ഇപ്പോൾ ബുദ്ധിമുട്ടാണ്. ബ്രെയിനിൽ വരുന്നത് കയ്യിൽ വരത്തില്ല, അവന് എഴുതാൻ പറ്റത്തില്ല. അപ്പോൾ ഈശ്വർ സാർ പറഞ്ഞു ഒരു കാരണവശാലും അവനെ നിർബന്ധിക്കരുവേ ചെയ്യരുത്, വഴക്ക് പറയുകയോ വിഷമിപ്പിക്കുകയോ അല്ലെ പഠിക്കുന്നൊന്നും പറയില്ല. അങ്ങനെ അവിടുത്തെ CMSലെ പ്രിൻസിപ്പള് അച്ചുക്കുട്ടനെ ടോയ്ലറ്റിൽ കൊണ്ടുപോകാൻ, ഫുഡ് കഴിക്കുമ്പോൾ കൂടെ കൊണ്ടുപോകാൻ ഒക്കെ കുട്ടികളാണ്. ടീച്ചേഴ്സ് എന്നെപ്പോലെ തന്നെ. ഞാൻ അവിടെ ചെന്ന് കരയുമ്പോൾ എന്നോട് അമ്മ ധൈര്യമായിട്ട് ജോലിക്ക് പോകും, എനിക്ക് ജോലിക്ക് അത് ജീവിക്കാൻ പറ്റുമോ, അങ്ങനെ ജോലിക്ക് പോക്കോ, ഞങ്ങൾ പൊന്നുപോലെ അവനെ നോക്കിക്കോളാമെന്ന് പറയാം. അച്ചുക്കുട്ടൻ്റെ സ്കൂൾ ബസ്സിൻ്റെ ഫ്രണ്ട് സീറ്റ് അച്ചുക്കുട്ടനുള്ളതാണ്, അവിടെ ആരെയും ഇരുത്തത്തില്ല. അങ്ങനെ ആ പ്രിൻസിപ്പള് എൻ്റെ അച്ചുക്കുട്ടനെ അന്ന് തൊട്ട് ടീച്ചേഴ്സൊക്കെ പഠിപ്പിക്കാൻ തുടങ്ങി. അങ്ങനെ അച്ചുക്കുട്ടനെ എക്സാം വേറൊരു കുട്ടി എഴുതിയെങ്കിലും അച്ചുക്കുട്ടൻ പറഞ്ഞൊക്കെ കൊടുത്തിട്ട് അച്ചുക്കുട്ടൻ എഴുതി. അച്ചുക്കുട്ടൻ ഇപ്പം കൊമേഴ്സിൽ അഡ്മിഷൻ കിട്ടി, +1 ഫസ്റ്റ് ക്ലാസ്സിന് പോയി. ഇന്ന് അച്ചുക്കുട്ടൻ ട്യൂഷനൊക്കെ പോകാൻ തുടങ്ങി. ഇന്ന് രാവിലെ 6:30 ട്യൂഷനൊക്കെ പോകുന്നത്. ഇന്ന് അച്ചുക്കുട്ടന് സങ്കടമാണ് ട്യൂഷന് പോയിട്ട് വന്നിട്ട്, ക്ലാസ് ഇല്ല, മഴയായിരുന്നു. അതുകൊണ്ട് ഇന്ന് അച്ചുക്കുട്ടൻ ഭയങ്കര സങ്കടത്തിലാണ്. പിന്നെ അച്ചുക്കുട്ടൻ അച്ചുക്കുട്ടനെ കുറിച്ച് പറയാൻ ഒത്തിരിയുണ്ട്. അച്ചുക്കുട്ടൻ മറ്റേ പിരമിഡ് ക്യൂബ് ഉണ്ട്, 2x2 ഉണ്ട്, 4x4 ഉണ്ട്, എല്ലാം 1 മിനിറ്റ് താഴെ അച്ചുക്കുട്ടൻ ചെയ്തിരിക്കും. ഒരു കുഞ്ഞ് 2.5-3 വയസ്സ് തൊട്ട് അച്ചുക്കുട്ടൻ നന്നായിട്ട് താളം പഠിക്കും. ഏത് പാട്ട് കൊടുത്താലും ഡെസ്കയിലാണെങ്കിൽ കൊട്ടും, എല്ലാം കൊട്ടും. ഞങ്ങൾ അങ്ങനെ ഇഷ്ടം പറഞ്ഞ് ഞങ്ങൾ ചെണ്ട പിടിക്കാൻ ചേർത്തു. ആശാൻ്റെ അടുക്ക ചേർത്തതിൻ്റെ 2-3 മാസം കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ സർജറി. എന്നിട്ട് ഇപ്പോഴും ആശാൻ വിളിക്കും കുഞ്ഞ് കൊണ്ടുവിടാമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ എനിക്കൊരു പേടി, ഇങ്ങനെ സ്ട്രെയിനൊക്കെ എടുക്കുമ്പോൾ ഇപ്പോഴും ആളെ ഞങ്ങളങ്ങനെ ഒറ്റയ്ക്ക് വിടത്തില്ല, എപ്പോഴും ഞങ്ങൾ കൂടെ കാണും. പൊന്നുമണീനെ മാറ്റിയിരിക്കായിരുന്നു. പൊന്നുമണി വാ, വന്നേ ഇവിടെ വാ. പൊന്നുമണി മാറിയിരിക്കായിരുന്നു. പിന്നെ അച്ചാച്ചനുണ്ട്, അച്ചാച്ചൻ കോട്ടക്കോല്. എൻ്റെ കുഞ്ഞിനെന്തെങ്കിലും ആണെന്ന് അറിഞ്ഞാൽ ഞാൻ ആ സമയത്ത് ഞങ്ങൾ 3 പേരും കൂടെ ആത്മഹത്യ ചെയ്യും എന്ന് പറഞ്ഞിടത്തു നിന്നാണ് ഈ പറഞ്ഞ പോലെ ശ്രീത്രയിലെ ആ ഡോക്ടർ, ശരിക്കും പറഞ്ഞാൽ ഈശ്വരൻ ഡോക്ടർ എന്നല്ല, ഈശ്വരൻ എന്നായത് അദ്ദേഹത്തെ വിളിക്കേണ്ടത്, ഈശ്വരനായിട്ടാണ് കാണേണ്ടത്. അദ്ദേഹം ഞാനും ആദ്യമായിട്ട് ആ ഡോക്ടറെ കാണാൻ പോകുമ്പോൾ ഇവനെ തോളത്ത് തട്ടിട്ട് നിനക്ക് ധൈര്യം ഉണ്ടോടാ ചോദിക്കും. എനിക്ക് പ്രശ്നമൊന്നുമില്ല, എനിക്ക് പേടിയൊന്നുമില്ല, അമ്മ കരയരുത്, അത് മാത്രമേ ഉള്ളായിരുന്നു അവൻ്റെ പ്രശ്നം. അമ്മ കരയരുത്, അമ്മയ്ക്ക് പേടിയുണ്ട്, അമ്മ കരയായിരുന്നാൽ ഞാൻ എന്തിനും തയ്യാറാണെന്ന്. കുഞ്ഞിന് ഈ 3 സർജറിയുടെ വേദനയും കാര്യങ്ങളും ഒക്കെ അവനെ സഹിച്ചത് അവൻ്റെ അമ്മയുടെ കരയുന്ന മുഖം അവന് കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അവനെ അമ്മ കരയുന്നതാണ് അവൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. അതാണ് അവൻ്റെ ജീവിതത്തിലോട്ട് തിരിച്ചു വരാനുള്ള എല്ലാ ഊർജ്ജവും. പിന്നെ ഈ കാണുന്ന പോലൊന്നും അല്ലായിരുന്നു, നേരത്തെ നന്നായിട്ട് താളം പിടിക്കുമായിരുന്നു, നല്ല എന്താ പറയുക, നല്ല ഭയങ്കര മെമ്മറി പവറൊക്കെ ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. പുള്ളി അത് വീണ്ടും എടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ എന്താ പറയുക, എല്ലാ കാര്യത്തിനും ഉത്സാഹത്തോട് ഓടി നടന്നൊരു ആളാണ്. ഇപ്പോഴും പുള്ളിയുടെ ആത്മവിശ്വാസം കൊണ്ടാണ് പുള്ളി തിരിച്ചു വരാൻ ശ്രമിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ പ്രശ്നമെന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ ഇത്രയും വലിയ ഈ 2 ദുരന്തത്തിലും വലിയൊരു സാമ്പത്തിക ബാധ്യത ഉണ്ടായിട്ടുണ്ട്.
അപ്പോൾ ഇപ്പം നമുക്കിപ്പോൾ പോകാൻ മുമ്പോട്ട് പോകണമെന്നുണ്ടെങ്കിൽ കുഞ്ഞിൻ്റെ ചികിത്സയ്ക്ക് ഈ മരുന്ന് മേടിക്കാനുണ്ട്. ചേച്ചിയുടെ ശമ്പളവും നമ്മളെല്ലാം ചെറിയ വരുമാനത്തിലുള്ള ആൾക്കാർ, കുഞ്ഞിൻ്റെ സ്ഥിരം 40,000 രൂപയോളം നമുക്ക് കണ്ടെത്താൻ പറ്റുന്നൊരു സ്ഥിതിയല്ല. അതുകൊണ്ടാണ് എന്തെങ്കിലും സഹായം ചെയ്യാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ വലിയ ഉപകാരമാണ്. അതാണ് പറയാനുള്ളത്. ഇതാണ് അച്ചുക്കുട്ടൻ്റെ അവസ്ഥ. അച്ചുക്കുട്ടൻ്റെ അവസ്ഥയെക്കുറിച്ച് അച്ചുക്കുട്ടൻ്റെ അമ്മയും അച്ചാച്ചനും അച്ചുക്കുട്ടനും എല്ലാവരും തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അച്ചുക്കുട്ടനെ ആ ഒരു പഴയ അച്ചുക്കുട്ടനായിട്ട്, ആ ഊർജ്ജസ്വലനായിട്ടുള്ള അച്ചുക്കുട്ടനെ തിരിച്ചു കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ മാസം ഈ പറയുന്ന ഒരു എമൗണ്ട് തന്നെ വേണം. അത് എത്ര നാളത്തേക്ക് എന്ന് പറയാൻ പറ്റില്ല. അതിന് നിങ്ങളുടേതായ നല്ലവരായ ജനങ്ങളുടെ ഒരു സഹായം ഉണ്ടെങ്കിൽ മാത്രമേ അത് സാധിക്കുകയുള്ളൂ. അത് നിങ്ങളിൽ നിന്ന് ലഭിക്കുമെന്നൊരു ഉറപ്പിലാണ് ഞങ്ങൾ നിൽക്കുന്നത്.